തോറ്റ ടീമിൽ ഇവനുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, ഇന്ന് അൽ നസർ 4-2 എന്ന് പറഞ്ഞൊരു സ്കോറിനിൽ അൽ ഷബാബിനെ തോൽപ്പിച്ചപ്പോൾ ഒരു പ്രത്യേക ഒരു മനസ്സുഖം കിട്ടിയത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, മാച്ച് 3-1 പറഞ്ഞൊരു സ്കോറിൽ നിൽക്കുമ്പോൾ അൽ ഷബാബ് അൽ ബുലൈഹിലൂടെ ഒരു ഗോൾ തിരിച്ചടിച്ചു. സോ അങ്ങനെ ഗോൾ തിരിച്ചടിച്ച ടൈമിൽ പുള്ളിക്കാരൻ മറ്റേ അൽ ഹിലാലിൽ നിന്ന് ലോണിലോട്ടാണ് ഇപ്പോൾ അൽ ഷബാബിൽ കളിക്കുന്നത്. സോ ഹിലാലിനോടുള്ള ഇഷ്ടം കാണിക്കാൻ വേണ്ടി മറ്റേ ഷീൻ പാഡിൽ നിന്ന് അൽ ഹിലാലിൻ്റെ ലോഗോ ഒക്കെ കാണിച്ചുള്ള ആ ഒരു സെലിബ്രേഷനൊക്കെ കാണിച്ചായിരുന്നു. സോ എന്ന് പറഞ്ഞാലും അൽ നസർ 4-2 എന്നൊരു സ്കോറിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. സോ മാച്ചിലേക്ക് വരുമ്പോഴത്തേക്കും ജാവോ ഫെലിക്സ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെയാണ് കളിച്ചത്. ഹാട്രിക് അടിച്ച് കിഡിലായിട്ട് കളിച്ചത്. സോ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെങ്കിൽ 2 വെറൈറ്റി റെക്കോർഡാണ് ഈ ഒരു മാച്ചിൽ നേടിയത്. അതായത് 100 ഗോൾ, അതായത് സൗദി പ്രോ ലീഗ് ഗോൾ എന്നുള്ള ആ ഒരു മൈൽ സ്റ്റോണും, അതേപോലെ തന്നെ ഈ ഒരു സീസണിൽ കളിച്ചിട്ടുള്ള സൗദി പ്രോ ലീഗിലെ എല്ലാ ടീമിനോടും പുള്ളിക്കാരൻ സ്കോർ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഒരു വെറൈറ്റി റെക്കോർഡും പുള്ളിക്കാരന് ഈ ഒരു സീസണിൽ നേടാൻ സാധിച്ചിട്ടുണ്ട്. മാച്ചിൽ അൽ നസറിൻ്റെ പെർഫോമൻസിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു മാച്ച് എങ്ങനെയെങ്കിലും ഒക്കെ ജയിക്കണം എന്ന് പറഞ്ഞ ഒരു വാശിയിലൂടെയാണ് അൽ നസർ ഈ ഒരു മാച്ച് കളിച്ചത്. സോ അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ്. അതായത് 10ാമത്തെ മിനിറ്റ് ആക്കിയപ്പോഴത്തേക്കും 2 ഗോൾ ലീഡായിരുന്നു അൽ നസറിന് ഉണ്ടായിരുന്നത്. സോ അതിന് ശേഷം അൽ നസറിൻ്റെ ഡിഫൻസിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ എക്സ്പോസ്ഡ് ആയി. അതായത് സിമാക്കനൊക്കെ ഈ ഒരു മാച്ച് കളിച്ചിട്ടില്ല. സോ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ അൽ നസർ ഒരു ഗോൾ കൺസീഡ് ചെയ്തു. അതിനുശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോ പിന്നെ അൽ നസറിന് ലീഡ് നേടിക്കൊടുത്തു. പിന്നെയും അൽ ബുലൈഹിലൂടെ അൽ ഷബാബ് തിരിച്ചടിച്ചു. അങ്ങനെ മാച്ചിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോഴത്തേക്കും അൽ നസറിനൊരു പെനാൽറ്റി കിട്ടി. അങ്ങനെ ജാവോ ഫെലിക്സ് ഹാട്രിക്ക് ഈ സീസണിലെ ആ 3ാമത്തെ ഹാട്രിക്കും പുള്ളിക്കാരൻ കംപ്ലീറ്റ് ചെയ്തു. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സീസണിലെ ഒരു സൗദി പ്രോ ലീഗിലെ ബെസ്റ്റ് പ്ലെയർ എന്ന് എനിക്ക് തോന്നുന്നത് ജാവോ ഫെലിക്സിനെയാണ് ഈ ഒരു സീസണിലെ. സോ നിങ്ങൾക്ക് ആരാണ് ഈ ഒരു സീസണിലെ ബെസ്റ്റ് പ്ലെയർ എന്ന് നിൽക്കുന്ന അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സോ ഇനി അൽ നസറിൻ്റെ അടുത്ത മാച്ച് എന്ന് പറയുന്നത് അൽ ഹിലാലോട്ടാണ്. സോ ആ ഒരു മാച്ചാണ് ടൈറ്റിൽ ഡിസൈഡർ. സോ ആ ഒരു മാച്ച് അറ്റ്ലീസ്റ്റ് ഡ്രോ ആയിപ്പോയോ അൽ നസറിന് കപ്പ് കിട്ടും. സോ ആ ഒരു മാച്ചിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ ഈ ഒരു സീസൺ ആര് കപ്പ് നേടും എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.